കർണാടകയിലെ കൊപ്പൽ ജില്ലയിലാണ് ദാരുണ സംഭവം. ഇസ്രയേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമയായ യുവതിയെയുമാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂടെയുണ്ടായിരുന്ന പുരുഷ സുഹൃത്തുക്കളെ കനാലിൽ തള്ളിയിട്ട ശേഷമായിരുന്നു പീഡനം. കനാലിൽ വീണ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രി സനാപൂർ തടാകത്തിന് സമീപത്ത് വാന നിരീക്ഷണത്തിനെത്തിയപ്പോഴാണ് അക്രമത്തിനിരയായത്. അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ, മഹാരാഷ്ട്രക്കാരനായ പങ്കജ്, ഒഡീഷയിൽ നിന്നുള്ള ബിബാഷ് എന്നിവരും യുവതികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമാണ് അക്രമി സംഘം വനിതകളെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. Already our police has recovered 2 people. Still one has to be recovered. And midnight they had gone for some watching that stars, I was told. Police is investigating. We are taking action as per the law. No question. We will mercilessly handle this. കനാലിൽ വീണ ബിബാഷിനെ കണ്ടെത്താനായിട്ടില്ല. ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. We have arrested 2 persons today. One of them is Malaysia alias Handi Mallu, and the other person is Chetan Sai. Both of them belong to Sai Nagar of the Gangavati station. They will be further interrogated and produced to the court, and all procedures will be followed. If required, again we will take them for police custody and procedure will be followed. And regarding all the 4 victims, they have been subjected to medical examination and all necessary treatment has been given to them. And one more accused, as per this statement, one more accused, and he needs to be arrested. So we have formed our teams, and very soon he will also be arrested. 2 പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. സ്ഥലത്തുനിന്ന് ക്യാമറയുള്ള ഹാൻഡ് ബാഗ്, പൊട്ടിയ ഗിറ്റാർ, രക്തം പുരണ്ട വസ്ത്രങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.